അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിഷയം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം. അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെയാണ്. ഇമാം ഖസ്ത്വലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ലദുന്നിയ 1-ാം വാള്യം 48-ാം പേജിൽ രേഖപ്പെടുത്തിയതിന്റെ ആശയം പറയാം. ജാബിർ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ച വസ്തുവിനെ കുറിച്ച് താങ്കൾ എനിക്ക് പറഞ്ഞു തരുമോ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജാബിറേ, നിശ്ചയം എല്ലാ വസ്തുക്കളുടെയും മുൻപ് അല്ലാഹു തആല സൃഷ്ടിച്ചത് താങ്കളുടെ നബിയുടെ പ്രകാശത്തെയാണ്. ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആശയമാണ്. അശ്ശൈഖു സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ റളിയല്ലാഹു അൻഹു മൻഖൂസ് മൗലിദിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത്, വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി. വഔജദ, അവൻ സൃഷ്ടിക്കുകയും ചെയ്തു, നൂറഹു, അവിടുത്തെ പ്രകാശത്തെ, ഖബ്ല ഖൽഖിൽ ആലമി, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ്. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി എന്നതിന്റെ ആശയം വളരെ വ്യക്തമായി പറയാം. ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ അല്ലാഹു തആല സൃഷ്ടിക്കുകയും ചെയ്തു. മിർഖാത്തുൽ മഫാത്തിഹ് 1-ാം വാള്യം 269-ാം പേജിൽ നോക്കിയാൽ കാണാം, വൽ അവ്വലുൽ ഹഖീഖിയ്യു ഹുവൻ നൂറുൽ മുഹമ്മദിയ്യു. യഥാർത്ഥത്തിൽ ആദ്യ സൃഷ്ടി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ്. അൽ മദ്ഖൽ എന്ന കിതാബിന്റെ 2-ാം വാള്യം 28-ാം പേജിൽ നോക്കിയാൽ കാണാം, ഇന്ന അവ്വല മാ ഖുലിഖ നൂറു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബല ദാലിക നൂറു യതറദ്ദദു വയസ്ജുദു ബൈന യദയില്ലാഹി അസ്സ വജല്ല. നിശ്ചയം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത്. അല്ലാഹുവിന്റെ മുൻപിൽ അത് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ, താങ്കളുടെ വയസ്സ് എത്രയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കറിയില്ല, എങ്കിലും 4-ാം തിരശ്ശീലയിൽ 70,000 വർഷത്തിലൊരിക്കൽ ഉദിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. 72,000 തവണ ആ നക്ഷത്രത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ റബ്ബിന്റെ പ്രതാപം തന്നെ സത്യം, ആ നക്ഷത്രം ഞാനാണ്. റൂഹുൽ ബയാൻ 3-ാം വാള്യം 543-ാം പേജിലും സീറത്തുൽ ഹലബിയ്യ 1-ാം വാള്യം 30-ാം പേജിലും നോക്കിയാൽ ഇക്കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. 70,000 ഗുണിക്കണം
72,000. 504 കോടി. 504 കോടിയിലധികം വർഷമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ട് എന്ന് ഇതിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അസത്യം അസത്യമായി മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും 100% വിശ്വസിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ നിലനിർത്തി തരട്ടെ. അല്ലാഹു തആല ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.